പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് ആളുകൾ വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുരുങ്ങി കിടക്കുന്നതായിട്ട്. ചിലപ്പോൾ നമ്മളെ പ്രിയപ്പെട്ടായിട്ടുള്ള ഫ്രണ്ട്സോ അതല്ലെങ്കിൽ വളരെ ക്ലോസ് റിലേറ്റീവ്സോ ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും. നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇവർ ഇത്രയും പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ തുടരുന്നത് എന്നുള്ളത്. സോഷ്യലായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത്, അല്ലെങ്കിൽ ചില ആളുകൾ കുട്ടികളുള്ളവരാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ട്, അതല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാത്തത്, സൊസൈറ്റീനെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുള്ളൊരു പേടി കൊണ്ട്, നാണക്കേട് കൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ചില ആളുകൾ, ഈ എല്ലാ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും ചില ആളുകൾ ചില റിലേഷൻഷിപ്പിൽ കുരുങ്ങിക്കിടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള 4 കാരണങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ആൾക്കാരുമായിട്ട് അടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നൊരു ക്യാരക്ടറുള്ള ആളായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പാർട്ട്ണർ ടോക്സിക് ആണെങ്കിൽ പോലും നമ്മൾ ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവരുമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരിക്കും. കാരണം നമ്മുടെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മൾ ആളുകളായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളെ ജനറ്റിക്കും അതുപോലെ തന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മളെങ്ങനെയാണ് വളർത്തിയത്, നമ്മുടെ പാരൻസ് എങ്ങനെയാണ് നമ്മളെ പാരൻറ്റിങ് ചെയ്തത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ രൂപപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന ആ ഒരു, അല്ലെങ്കിൽ വളരെയധികം ഓവറായിട്ട് കണക്റ്റഡ് ആവുന്ന ആ ഒരു ക്യാരക്ടറാണ്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് നമ്മുടേതെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ ഭയങ്കര പേടിയായിരിക്കും. അയ്യോ, ഇയാളില്ലാതെ ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും, ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ സർവൈവ് ചെയ്യുക എന്നുള്ളത് പേടിയായിരിക്കും. നമുക്കെപ്പോഴും അവരുടെ കൂടെ ചിലവഴിച്ചിട്ടുള്ള ആ ഒരു നല്ല മൊമെൻറ്റ്സ്, അതിൻ്റെ മെമ്മറീസൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ള ഒരു പേടി ഉണ്ടാവും. ഇവിടുത്തെ ഒരു തരം അഡിക്ഷൻ പോലെയാണ്. അതായത് ഇവിടെ നമ്മൾ എഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറാണ്. അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സെൽഫ് എസ്റ്റീം കുറഞ്ഞൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ടോക്സിക് പാർട്ട്ണറാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ അയാൾ ആ ഒരു സാഹചര്യത്തിന് നന്നായിട്ട് മുതലെടുക്കും. അതായത് അവർ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും, നമുക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, നമ്മളെ കാണാൻ ഒട്ടും ഭംഗിയില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പോകുന്നില്ല, ഇപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ജീവിതം തന്നെ നമ്മൾ അർഹിക്കാത്തൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ ഇനി മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കാനോ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളെ തന്നെ, നമ്മുടെ വ്യക്തിത്വത്തിനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ നമുക്കൊരു നല്ലൊരു ജോലി കിട്ടാനോ ഒന്നിനുള്ള അർഹതയില്ല. അപ്പം നമുക്ക് ഈ കിട്ടുന്നത് തന്നെ അധികമാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങൾ മറികടന്നുകൊണ്ട് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനുള്ള ആത്മവിശ്വാസം തീരെ ഉണ്ടാവില്ല. ഒന്നാമത് നമ്മൾ സെൽഫ് എസ്റ്റീം കുറഞ്ഞ വ്യക്തിയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ അതിനെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഈ ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണർ ചെയ്തു വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം ബന്ധങ്ങൾ വിട്ടുവരാൻ നമുക്ക് പേടിയായിരിക്കും. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് മാറ്റങ്ങളോടുള്ള പേടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം നമ്മൾ ആ ഒരു പണിത് വെച്ച നമ്മുടെ ആ ഒരു ജീവിതം നമ്മളവിടെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ജീവിതം പടുത്തുയർത്തുക എന്നുള്ള രീതിയായിരിക്കും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുക. അങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കി കാണുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയാണ്, മാറ്റങ്ങളോട് പേടിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പേടിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പക്ഷേ ആ ഒരു സിറ്റിയിൽ നിന്ന് മാറി മറ്റൊരു സിറ്റിയിൽ പോയി താമസിക്കേണ്ടി വരും, ജോലി മാറേണ്ടി വരും. അതിനേക്കാളും പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോഷ്യൽ സർക്കിൾ എന്ന് പറയുന്നത് മാറേണ്ടി വരും മിക്കവാറും. കാരണം നമ്മളൊരു കപ്പിളായിട്ട് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ആ ഒരു കൂട്ടത്തിൽ നിന്നും നമ്മൾ ഒറ്റയ്ക്ക് അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു സോഷ്യൽ സർക്കിൾ മാറ്റി നമ്മൾ പുതിയതായിട്ടൊരു സോഷ്യൽ സർക്കിൾ നമ്മൾ പണിതെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് പേടിക്കും. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ മുന്നിലൊരു ശൂന്യതയായിട്ടൊക്കെ തോന്നും. അപ്പം അതൊരു കാരണം കൂടിയാണ് റിലേഷൻഷിപ്പിൽ നിന്ന് ഇത്തരം ടോക്സിക് ബന്ധങ്ങളിൽ നമ്മൾ നിലനിൽക്കാനുള്ളത്. അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതായത് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ കാരണം വളരെയധികം തളർന്നു പോയിട്ടുണ്ടാവും. അതുപോലെ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാ ആളുകളിൽ നിന്നും അകറ്റി നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും ഒരു ടോക്സിക് പാർട്ട്ണർ. പിന്നെ ഫിസിക്കലായിട്ടുള്ള അബ്യൂസ്, ഇടി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഇരയായിട്ടുള്ള ഒരാൾക്ക് വളരെയധികം നിസ്സഹായ അവസ്ഥ ഫീൽ ചെയ്യും. അതായത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല, എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ ഭയങ്കര പവർഫുള്ളാണ്, എനിക്ക് ഇവിടുന്ന് ഒരു രക്ഷയില്ല, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ അയാൾ അനുവദിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയും ഒരു നിസ്സഹായ അവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തു വരാൻ ഭയപ്പെടും.
അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കുരുങ്ങി കിടക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് അവിടെ കിടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സഹായം എടുക്കണം. പുറത്തു നിന്നും നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിനോടൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അവരുടെ ഹെൽപ്പ് എടുക്കാം. ഒരിക്കലും ഹെൽപ്പ് കിട്ടാതിരിക്കില്ല, എവിടെന്നെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടും. അതുപോലെ നമ്മുടെ ഈ ഒരു മാനസികമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാനും പറ്റും. കാരണം ഏതൊരു വ്യക്തിയാണെങ്കിലും അവരെ ബഹുമാനിക്കുന്ന, അവർക്ക് വില കൊടുക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ഉണ്ടായിരിക്കാനുള്ള അർഹത എല്ലാവർക്കും ഉണ്ട്.